പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിസംബർ 2021 പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം വിദ്യാർത്ഥിനികൾക്ക്, ഒപ്പം തന്നെ ജൂലൈ 2021 അഡ്മിഷൻ എടുത്ത് ജൂൺ അല്ലെങ്കിൽ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസങ്ങളിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥിനികൾക്ക് സ്നേഹാദരവോടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ സമർപ്പിക്കുന്ന ഒരു ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വീഡിയോയാണ് ഈ വീഡിയോ. ഇതിൽ പ്രീ എക്സാം അവയർനെസ് ടിപ്സ് ആണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരീക്ഷയുമായി ബന്ധപ്പെട്ട് 21 ബെസ്റ്റ് സ്റ്റഡി ടിപ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ പ്രത്യേക വിഭവമായി എം നോട്ട്സ് നിങ്ങൾക്ക് നൽകുന്നത്. ഈ വീഡിയോ പൂർണ്ണമായി കാണുക. വീഡിയോ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ മിസ്സായിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും താങ്കളുടെ പഠന പ്രവർത്തനത്തിൽ ഒരു കളങ്കമായി തീരും, അല്ലെങ്കിൽ ഒരു പരീക്ഷാ മാർക്കുകൾ വാരിക്കൂട്ടുന്ന ആ മഹത്തായ തന്ത്രത്തിൽ നിങ്ങൾ ബലിയാടാകും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട്, നിങ്ങളുടെ മനസ്സിനോട്, നിങ്ങളുടെ ചെയ്തിയോട് പറയാനുള്ളത്. ഈ വീഡിയോ എന്തുകൊണ്ട് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാവരും തന്നെ ഇഗ്നോയിലെ സ്റ്റുഡൻസ് എല്ലാവരും ഹെറ്ററോജീനിയസ് ഗ്രൂപ്പാണ്. ഹോമോജീനിയസ് ഗ്രൂപ്പ് അല്ല, ഹെറ്ററോജീനിയസ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില ടിപ്സ്, നിങ്ങൾക്ക് ചില തന്ത്രങ്ങൾ ആവശ്യമായി ഉണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവസാനത്തെ 5 ദിവസം കൊണ്ട് ലോകം മുഴുവനും കീഴടക്കാൻ നിങ്ങൾക്ക് 95% മാർക്കിനേക്കാൾ കൂടുതൽ വാങ്ങിച്ചു തരാം എന്നുള്ള മാജിക് ഒന്നും മുബാറക് മാസ്റ്ററുടെ കൈവശം ഇല്ല എന്നുള്ളതും, മറിച്ച് നിങ്ങളാണ് നിങ്ങളാക്കുന്നത് എന്നുള്ളത് ഓർമ്മിപ്പിക്കാനുമാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാനും ഫോർവേഡ് ചെയ്യാനും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിർബന്ധമായും ഡിസ്ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമന്റ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ ചുവട്ടിൽ കൃത്യമായി രേഖപ്പെടുത്താനും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ യാത്ര തുടരാം. 21 best study tips for final exams. Pre-exam awareness tips. Let us see. നമുക്ക് വളരെ ആഴത്തിൽ ചെല്ലാവുന്ന മനോഹരമായ ചില ടിപ്സുകളാണ് ഈ ഉള്ള എല്ലാ ടിപ്സുകളും. പ്രിയപ്പെട്ടവരെ, ആദ്യമായി എനിക്ക് പറയാനുള്ളത് മേക്ക് ദ മോസ്റ്റ് ഓഫ് ക്ലാസ് ടൈം എന്നുള്ള വിഷയമാണ്. അറ്റൻഡ് ഓൾ ക്ലാസ് സെഷൻസ്. നിങ്ങളുടെ എല്ലാ ക്ലാസ് സെഷനുകളും, ഇവിടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് നൽകുന്ന ക്ലാസുകൾ എന്ന് പറയുമ്പോൾ ഓൺലൈൻ ക്ലാസുകൾ, സ്റ്റഡി മെറ്റീരിയൽസ്, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് വളരെ നന്നായി ആഴത്തിൽ വായിക്കുക. അതുപോലെ തന്നെ വളരെ കീനായ ഷാർപ്പായ അറ്റൻഷൻസ് നിങ്ങളുടെ ക്ലാസുകളിൽ. ഇഗ്നോ നൽകുന്ന ക്ലാസുകൾ എന്ന് പറയുമ്പോൾ പഠന പ്രവർത്തനത്തിൽ സ്റ്റഡി മെറ്റീരിയൽസിൽ ഉപരി അധ്യാപകർ നൽകുന്ന ക്ലാസുകൾ യൂട്യൂബിൽ ലൈവിലാണ്, ലൈവ് ലഭ്യമാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ലൈവിൽ ലഭ്യമാണ്. ഇഗ്നോയിലെ ഗ്യാൻ ദർശൻ, ഗ്യാൻ വാണി, ഗ്യാൻ ധാര, ഗ്യാൻ ഘോഷ് എന്നുള്ള മേഖലയിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ സ്വയം പ്രഭ ചാനലിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആഴത്തിൽ നമ്മൾ ഇതിന്റെ ഈ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യണം. കേവലം ആരെങ്കിലും പറയുന്നത് കേട്ട് ഗ്രൂപ്പ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കോമാളിത്തരത്തിലേക്ക് നിങ്ങൾ നിൽക്കരുത്. ഗ്രൂപ്പ് സ്റ്റഡിയുടെ പ്രത്യേകത വളരെ വലുതാണ്. അതാണ് എം നോട്ട്സ് നിങ്ങൾക്ക് മാതൃകാപരമായി കാണിച്ചു തരുന്നത്. എം നോട്ട്സ് നൽകുന്ന ഈ ഗ്രൂപ്പ് സ്റ്റഡി പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നുമല്ല, കേരളത്തിലെ 3 റീജിയണൽ സെന്ററുകളിലൂടെയും റാങ്കുകൾ വാരിക്കൂട്ടുക, പരമാവധി മാർക്കുകൾ, സ്കോറുകൾ വാരിക്കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ഏറ്റവും വലിയ ടിപ്സ് എന്ന് പറയുന്നത് സ്റ്റഡി വിത്ത് ക്ലാസ്മേറ്റ്സ് എന്നുള്ളതാണ്. ഇതാണ് ഇഗ്നോ എം നോട്ട്സ് പഠന ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യം. നിങ്ങൾക്കറിയാമല്ലോ, 19 കൂടുതൽ വീഡിയോസ് ഇഗ്നോയിലെ പ്രിയപ്പെട്ട എം നോട്ട്സിലെ പ്രിയപ്പെട്ട കോ അഡ്മിന്മാർ ഇതുവരെ എം നോട്ട്സിലൂടെ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വയം പ്രഭ ചാനൽ നൽകുന്ന ക്ലാസുകൾ ഇഷ്ടം പോലെ, ഏകദേശം 30-ൽ പരം വീഡിയോസ് എം നോട്ട്സ് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായും പലർക്കും അതിന്റെ ഗൗരവം മനസ്സിലാവുന്നില്ല. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മുമ്പിൽ ഒരു ക്ലാസ് അധ്യാപകൻ മുന്നിൽ പ്രത്യക്ഷപ്പെടും, ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെടും. കൂട്ടുകാരുമൊത്ത് നിങ്ങൾക്ക് പഴയ ട്രഡീഷണൽ മെത്തേഡിൽ ഒന്നിച്ചിങ്ങനെ
ഗ്രൂപ്പായി സഞ്ചരിച്ച് കുറച്ച് കളിയാക്കൽ ക്ലാസ്സുകളിലൂടെ അല്ലെങ്കിൽ ഉല്ലസിക്കുന്ന ക്ലാസ് മുറികളിലൂടെ നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാം എന്നൊക്കെ നിങ്ങൾ സ്വപ്നം കാണുന്നു എങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ അബദ്ധമാണ് പറ്റുന്നത്. മറിച്ച് നമ്മൾ പഠന പ്രവർത്തനം ഗ്രൂപ്പ് സ്റ്റഡിയിലൂടെ നടത്തുകയാണ്. സ്റ്റഡി വിത്ത് ക്ലാസ്മേറ്റ്സ് എന്നുള്ളതിൽ ഇൻ അഡീഷൻ ടു മേക്കിംഗ് ഫ്രണ്ട്സ്, forming study groups in each of your class is a valuable and fun. ഇത് തന്നെയാണ് നമ്മൾ പഠന ഗ്രൂപ്പുകൾ കൊണ്ട് ഉദ്ദേശിച്ചത്. which way to review for tests, പല തരത്തിലുള്ള പരീക്ഷകൾക്ക് റിവ്യൂ നൽകാൻ, അകക്കാഴ്ച നൽകാൻ ഇത് നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ വർക്കിംഗ് ടുഗദർ ഹെൽപ്സ് ഡെവലപ്പ് ഗുഡ് സ്റ്റഡി ഹാബിറ്റ്. നല്ല ചങ്ങാത്തം, നല്ല സൗഹൃദങ്ങൾ, നല്ല പഠന ഗ്രൂപ്പിലെ നല്ല കോ അഡ്മിൻമാർ. എംനോട്ട്സിലെ അഭിമാന പുരസ്സരം എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന നമ്മുടെ കോ അഡ്മിൻമാർ വളരെ മനോഹരമായ ക്ലാസുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അത് പഠന പ്രവർത്തനത്തിലെ ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ ശ്രദ്ധിക്കൂ. ഓരോ അധ്യാപകർ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ. അതാണ് ഇവിടെ അഭിമാന മുഹൂർത്തം. അവർക്ക് എംനോട്ട്സിന്റെ കോ അഡ്മിൻമാരെ അധ്യാപകർ എന്ന് പുകഴ്ത്തുകയാണ്, വാഴ്ത്തുകയാണ്. അവരുടെ എമിനൻസി, അവരുടെ എഫിഷ്യൻസി വാണോളം പുകഴ്ത്തുകയാണ്. അതുപോലെ ഇതിനുള്ള കാരണം എന്താണ്? വർക്കിംഗ് ടുഗദർ ഹെൽപ്സ് ഡെവലപ്പ് ഗുഡ് സ്റ്റഡി ഹാബിറ്റ്സ്, ഇൻക്രീസസ് കൊളാബറേഷൻ ഓൺ ഗ്രൂപ്പ് പ്രോജക്ട്സ്. നമ്മുടെ തമ്പനയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കൊളാബറേഷൻ സ്റ്റഡി, ഗ്രൂപ്പ് സ്റ്റഡി എന്നുള്ളത്. ഇത് നമ്മളുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് മൂന്നാമത്തെ ഒരു സംഗതിയാണ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓഫീസ് അവേഴ്സ്. നമ്മളെല്ലാവരും തന്നെ പല മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. ചിലർ അധ്യാപകരാണ്, ചിലർ ഫാർമേഴ്സ് കർഷകരാണ്, ചിലർ ഉദ്യോഗസ്ഥരാണ്, ചിലർ കച്ചവടക്കാരാണ്, ചിലർ ഉയർന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരാണ്, എഞ്ചിനീയർമാരാണ്, ബാങ്ക് ഉദ്യോഗസ്ഥരാണ്, ചിലർ തൊഴിലില്ലാതെ തൊഴിൽ അന്വേഷിക്കുന്ന ഒരു വലിയ തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുമാണ്. എന്തായാലും if you are having trouble with a concept or topic, your professors can help. ഇവിടെ പ്രൊഫസേഴ്സ് നിർബന്ധമായും നമ്മുടെ കോ അഡ്മിൻമാരും നമ്മുടെ സഹപാഠികളും ഒപ്പം തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട അക്കാഡമിക് കൗൺസിലേഴ്സുമാണ്. അവർ നമ്മെ ഒരുപാട് സഹായിക്കും. വളരെ വലിയ സഹായമാണ് അവരുടെ ഭാഗത്തിൽ നിന്ന് ഇനി കിട്ടാനുള്ളത്. പ്രത്യേകിച്ച് യൂട്യൂബ് ക്ലാസുകൾ, ഫേസ്ബുക്ക് ക്ലാസുകൾ എല്ലാം തന്നെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നു. അതിനെ ചുക്കാൻ പിടിച്ച് എംനോട്ട്സ് ഇതിനോടകം തന്നെ 300-ൽ കൂടുതൽ വീഡിയോസ് ഇഗ്നോയുമായി ബന്ധപ്പെട്ട് പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്നേഹപുരസ്സരം സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പഠന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ക്രിയേറ്റ് ഫ്ലാഷ് കാർഡ്സ്. ഒരു പോയിന്റ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ ചാപ്റ്ററിലെ 1ാമത്തെ പോയിന്റ്. ആ 1ാമത്തെ പോയിന്റിലെ പ്രധാനപ്പെട്ട സംഗതി, അങ്ങനെ ഓരോ ചാപ്റ്ററിലും ഓരോ സബ് യൂണിറ്റുകളെ നമുക്ക് ഫ്ലാഷ് കാർഡുകളാക്കി മാറ്റാം. ഞാൻ അതിന് ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം എന്റെ ഹയർ സെക്കൻഡറി കാലഘട്ടങ്ങളിലെ കേരളത്തിലുള്ള ഒട്ടനേകം സ്കൂളുകളിൽ ഞാൻ നടന്ന് പറഞ്ഞിട്ടുള്ള വസ്തുതയാണ്. അത് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 6 കളറില്, ഇളം നീല, ഇളം പച്ച, ഇളം മഞ്ഞ, ഇളം റോസ്, വെള്ള, അതുപോലെ തന്നെ ഒരു ആഷ് കളറില്, ഇങ്ങനെ 6 കളറിലുള്ള ചാർട്ട് പേപ്പർ നമ്മൾ വാങ്ങുക. ഈ ചാർട്ട് പേപ്പർ 2ആയി മടക്കുക, കീറുക, വീണ്ടും 2ആയി മടക്കുക, കീറുക, വീണ്ടും 2ആയി മടക്കുക, കീറുക, വീണ്ടും 2ആയി മടക്കുക, കീറുക. അപ്പോൾ 16 കഷ്ണങ്ങൾ ഒരു ചാർട്ട് പേപ്പറിൽ നിന്ന് കിട്ടും. അങ്ങനെ 6 ചാർട്ട് പേപ്പറിൽ നിന്ന് 16 കഷ്ണങ്ങൾ വീതം നമുക്ക് കിട്ടുമ്പോൾ അതിലെ ഓരോ കളറിലും ഇളം നീലയ്ക്ക് ഒരു ടോപ്പിക്കിന്റെ പേര് കൊടുക്കാം, മറ്റ് ഇളം മഞ്ഞയ്ക്ക് വേറെ ഒരു ടോപ്പിക്കിന്റെ പേര് കൊടുക്കാം, മറ്റ് ഇളം റോസിന് വേറെ ഒരു ടോപ്പിക്കിന്റെ പേര് കൊടുക്കാം, ഇളം പച്ചയ്ക്ക് വേറെ ഒരു ടോപ്പിക്കിന്റെ പേര് കൊടുക്കാം. ആ ടോപ്പിക്കിൽ വരുന്ന പ്രധാനപ്പെട്ട ഫാക്ട്സ്, ഡെഫിനിഷൻസ്, ചിത്രങ്ങൾ,
ടേബിളർ ഫോം, ഇവയെല്ലാം തന്നെ കൃത്യമായി നമുക്ക് ഒരുക്കി വച്ചാൽ നമുക്ക് ഓർമ്മയിൽ വരും. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങളുടെ സ്വന്തം അലമാരയിലെ ആ ജീൻസ് പാന്റ്, ഏറ്റവും പുതിയ ജീൻസ് പാന്റ് എവിടെയാണുള്ളത് എന്ന് ഓർത്തു നോക്കൂ. പ്രിയപ്പെട്ട വനിതാ പഠിതാക്കളെ ഓർത്തു നോക്കുക, നിങ്ങളുടെ ആ നീല ചുരിദാർ എവിടെയാണ് ഉള്ളത് എന്ന്, ആ ആഷ് കളർ ഷാൾ എവിടെയാണ് ഉള്ളത് എന്ന് കൃത്യമായി ഓർത്തു നോക്കൂ. ഇതുപോലെയാണ് വർണ്ണങ്ങളുടെ മായാപ്രപഞ്ചം എന്നുള്ളത്. ഈ വർണ്ണങ്ങൾ, ഇത്തരത്തിലുള്ള ഫ്ലാഷ് കാർഡ്സ് നിങ്ങൾക്ക് ഒരുപാട് ഫാക്ട്സുകളും ഒരുപാട് കോൺസെപ്റ്റും ഒരുപാട് ഡെഫിനിഷൻസും റീകോൾ ചെയ്യാൻ, റീറൈറ്റ് ചെയ്യാൻ നമ്മെ സഹായിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഏറ്റവും സുപ്രധാനമായ ഒരു സംഗതിയാണ് ഫൈൻഡ് എ ഗുഡ് സ്റ്റഡി സ്പോട്ട്. ഒരേ മുറിയിൽ അടച്ചിരുന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് വായിക്കരുത്. നമുക്ക് ഒരേ സ്ഥലം ഇഷ്ടമല്ല. ചിലപ്പോൾ ചില മുറികൾ ജയിലറകൾ പോലെ നമുക്ക് തോന്നും. സം പീപ്പിൾ ലൈക്ക് ദ കംപ്ലീറ്റ് സൈലൻസ് ഓഫ് എ ലൈബ്രറി സെറ്റിംഗ്. ചിലര് ലൈബ്രറി സെറ്റിംഗിലായിരിക്കും ഉണ്ടാവുക, ചിലര് ബിസി കഫേയിലായിരിക്കും ഉണ്ടാവുക. ഓരോരുത്തർക്കും ഓരോ സ്റ്റഡി ഹാബിറ്റ് ആണ്. ചിലർക്ക് പാട്ട് കേട്ടാലേ പഠനം വരികയുള്ളൂ, ചിലർക്ക് ബഹളത്തിന്റെ ഇടയിലെ ക്ലാസ് വളരെ നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ, ചിലർക്ക് ശ്മശാന മൂകതയുണ്ടെങ്കിലേ പഠനം ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയുള്ളൂ. ഇങ്ങനെ ആർജിച്ചെടുത്ത നമ്മുടെ കഴിവുകൾ പരമാവധി വിനിയോഗിക്കാനും ഏറ്റവും നല്ല സ്റ്റഡി സ്പോട്ട് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കാൻ എന്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വിച്ച് ഇറ്റ് അപ്പ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് 1 മണിക്കൂർ, 2 മണിക്കൂർ, 5 മണിക്കൂർ, 7 മണിക്കൂർ, ഈ 5 ദിവസം, ചിലരുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ഈ വിദ്യാഭ്യാസ പ്രക്രിയയോട് തന്നെ പുച്ഛം തോന്നാറുണ്ട്. ആ ഏത് വിദ്യാഭ്യാസ പ്രക്രിയ? ചിലരെല്ലാം തന്നെ ചില കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് 6 മണിക്കൂർ തുടർച്ചയായ പഠനം, 8 മണിക്കൂർ തുടർച്ചയായ പഠനം, 7 ദിവസം തുടർച്ചയായ പഠനം, പേര് മാരത്തോൺ എന്ന് പറഞ്ഞിട്ട്. ഇതെന്താണ്? കുതിര ഓട്ടമാണോ മാരത്തോൺ? അല്ലെങ്കിൽ ചീറ്റപ്പുലിയുടെ ഓട്ടമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ മനസ്സാണ്, നമ്മുടെ കുഞ്ഞ് തലച്ചോറാണ്. ആ തലച്ചോറിന് റെസ്റ്റ് ആവശ്യമുണ്ട്. നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഓരോ ഘനഗംഭീര ആശയങ്ങളും താങ്ങാനുള്ള കപ്പാസിറ്റി. ഇടക്കിടക്ക് വെള്ളം കുടിക്കുക, നന്നായി ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, നല്ലവണ്ണം മെഡിറ്റേറ്റ് ചെയ്യുക, ഇടക്കൊന്ന് നടക്കുക, ഒരു ഭാഗത്ത് നിന്ന് മാറി മറ്റൊരു ഭാഗത്തേക്ക് പോവുക. ഇങ്ങനെയുള്ള ചലനാത്മകമായ പ്രവർത്തനങ്ങൾ ഓരോ 30 മിനിറ്റിലും ചെയ്ത് നമ്മളുടെ ബ്രെയിനിനെ എപ്പോഴും ആക്ടിവേറ്റ് ആയിരിക്കണം. വെള്ളത്തിൽ മുക്കിയിട്ട തലച്ചോറാണോ അതോ സൂര്യന്റെ ചുവട്ടിലുള്ള തലച്ചോറിനാണോ കുളിർമയുണ്ടാവുക എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. സ്വാഭാവികമായും taking too much time on one subject can make you lose your concentration. One of the most important study tips for college students, especially you, is to change topics every 30 minutes or so to prevent learning fatigue. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ലേണിംഗ് ഫാറ്റിക് ആണ് എന്നുള്ളത്. ഫാറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒബസിന്റെ മറ്റൊരു രൂപമാണ് ഫാറ്റിക്. അപ്പൊ പഠനത്തിന്റെ ഒരു പൊണ്ണത്തടി അല്ലെങ്കിൽ പഠനത്തിന്റെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ, ഒരു ദുരന്തം നിങ്ങളിൽ സംഭവിക്കുന്നു. ഓരോ 30 മിനിറ്റിലും നിങ്ങൾ ടോപ്പിക്കുകൾ മാറി മാറി പരീക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നല്ല സംഗതി എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 7ാമത്തെ സുപ്രധാനമായ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഫൊർഗെറ്റിംഗ് കർവ് പ്രിൻസിപ്പലിലൂടെ സൈക്കോളജിസ്റ്റ് എബിംഗസ് നൽകിയിരിക്കുന്ന മനോഹരമായ ഒരു ഉദാഹരണം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. റീഡ് ആൻഡ് റിവ്യൂ. പലപ്പോഴും ഞാൻ എന്റെ മീറ്റിങ്ങുകളിലെ, ഗൂഗിൾ മീറ്റിംഗില്, അതുപോലെ തന്നെ പഠന ഗ്രൂപ്പ് തന്ത്രങ്ങളിലെ ചർച്ചകളില്, ഗൂഗിൾ മീറ്റില്, എന്റെ പല വീഡിയോസിലും ഞാൻ പറയാറുള്ളതാണ്, റീഡ് റീഡ് റീഡ്, റിപ്പീറ്റ് റിപ്പീറ്റ് റിപ്പീറ്റ്, റിഹേഴ്സൽ റിഹേഴ്സൽ റിഹേഴ്സൽ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. റീഡ് ആൻഡ് റിവ്യൂ, ഏർലി ആൻഡ് ഓപ്പൺ. വളരെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക, വളരെ നേരത്തെ തന്നെ റിവ്യൂ നടത്തി തുടങ്ങുക. അവസാന നിമിഷത്തിലേക്ക് എന്ന് മാറ്റിവെക്കുന്നവൻ വിഡ്ഢിയാണ്. അതുപോലെ തന്നെ ഓപ്പൺ, പലപ്പോഴും വായിക്കുക, പലപ്പോഴും റിവ്യൂ ചെയ്യുക. അക്കോർഡിംഗ് ടു എബിംഗസ് ഫൊർഗെറ്റീവ് കർവ് പ്രിൻസിപ്പൽ, വി forget 70% of what we have learned within 24 hours. നമ്മൾ പഠിച്ച സംഗതികൾ 70% 24 മണിക്കൂറിനുള്ളിൽ മറന്നു പോകുന്നു എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. ഇത് അംഗീകരിക്കപ്പെട്ട ഡോക്ടർ എബിംഗസ് ഫൊർഗെറ്റീവ് കർവിന്റെ സൈക്കോളജിയിലെയും കൗൺസിലിംഗിലെയും ഏറ്റവും മർമ്മപ്രധാനമായ ഒരു
പോയിന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും 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 റീ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. റീഡ്, റിപ്പീറ്റ്, റിഹേഴ്സൽ, റിവ്യൂ, അത് നമുക്ക് റീഇൻഫോഴ്സ് ആയി മാറും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. പ്രിയപ്പെട്ടവരെ, എട്ടാമത്തെ ഏറ്റവും രസകരമായ ഒരു പോയിന്റ് ആണ് സ്റ്റേ ഓർഗനൈസ്ഡ്. നിങ്ങൾ ഒരു ഓർഗനൈസ്ഡ് വർക്ക് ഒരു സെറ്റപ്പിലായിരിക്കണം ഉണ്ടാകേണ്ടത്. വെറുതെ കുറച്ച് അവിടെ കുറച്ച് ഇവിടെ, അല്ലെങ്കിൽ വാരി വലിച്ച് എന്തെങ്കിലും തോന്നുന്നത് പോലെ. വീണ്ടും ഞാൻ നമ്മുടെ അലമാരയിൽ തന്നെ കമ്പയർ ചെയ്യാം. അലമാരയിൽ വാരി വലിച്ചിട്ടുള്ള ഒരു, അല്ലെങ്കിൽ എല്ലാം കൂടി കലർന്ന, എല്ലാം കൂടി മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു അലമാരയും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന, അടുക്കും ചിട്ടയോടുകൂടി തൂക്കി വച്ചിരിക്കുന്ന ഒരു അലമാരയും തമ്മിൽ അതിന്റെ അകത്തുള്ള ഒരുക്കങ്ങൾ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. അതുപോലെ തന്നെ നമ്മുടെ അടുക്കളകൾ, മനോഹരമായി ചിട്ടപ്പെടുത്തിയ അടുക്കളയും എല്ലാം കൂടി വാരി വലിച്ചിട്ടുള്ള ഒരു അടുക്കളയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. ഉപ്പ് എവിടെ എന്ന് ചോദിച്ചാൽ പഞ്ചസാര എടുക്കേണ്ട ഒരു അവസ്ഥ അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. ഷെഡ്യൂളിംഗ് ക്ലാസ് മീറ്റിംഗ്സ്, കൃത്യമായി ക്ലാസ് മീറ്റിംഗ്സ്, ഗ്രൂപ്പ് സ്റ്റഡി ഓർഗനൈസ് ചെയ്യണം. ഹോംവർക്ക് അഥവാ അസൈൻമെന്റ്സ് അഥവാ സ്റ്റഡി മെറ്റീരിയൽസ് പഠനം, ഒപ്പം തന്നെ യൂട്യൂബ് പഠനം എല്ലാം വളരെ മനോഹരമായി നമ്മൾ നടത്തണം. പ്രോജക്ട്സ് വളരെ ഓർഗനൈസ്ഡ് മെത്തേഡിലായിരിക്കണം. ഇതിനെല്ലാം തന്നെ നമ്മൾ കൃത്യമായി യൂസ് എ പ്ലാനർ ടു കീപ്പ് ട്രാക്ക് ഓഫ് ഡെഡ് ലൈൻസ്. നിർബന്ധമായും ഒരു പ്ലാനർ നമ്മൾ തയ്യാറാക്കിയിരിക്കണം. അതിലെ ഡെഡ് ലൈൻസും ഡേറ്റ്സും നിർബന്ധമായും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. മാത്രമല്ല, ഒമ്പതാമത്തെ അതിപ്രധാനമായ ഒരു സംഗതിയാണ് വിഷ്വലൈസ് ദി മെറ്റീരിയൽ. നിങ്ങളുടെ പഠന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളെ വളരെ ആഴത്തിൽ ഒരു കഥയുടെയോ കവിതയുടെയോ ഒരു ചിത്രത്തിന്റെയോ ഏതെങ്കിലും ഒരു മനോഹരമായ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനത്തിന്റെ രൂപത്തിലോ ഒരു കഥയുടെ രൂപത്തിലോ ഒരു ചിത്രത്തിന്റെ രൂപത്തിലോ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തു വെക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ശാസ്ത്രീയമായ മനഃശാസ്ത്രപരമായ ഒരു പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കുക. ഫോക്കസ് ഓൺ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് യുവർ ക്ലാസ് നോട്ട്സ്. ഈ ക്ലാസ് നോട്ട്സിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇഗ്നോയിലെ നിങ്ങൾ തയ്യാറാക്കുന്ന പഠന കുറിപ്പുകളാണ്. സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് നൽകുന്നു. അതിലൂടെ നമ്മൾ തയ്യാറാക്കുന്ന ക്ലാസ് നോട്ട്സുകൾ, ഇത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട മെറ്റീരിയൽസ് ആണ്. അല്ലാതെ നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു വലിയ മഹാനുഭവൻ വന്ന് നിന്ന് അദ്ദേഹം ഇങ്ങനെ ലെക്ചറിങ് നടത്തി അത് നമ്മൾ വാരിക്കോരി എഴുതിയെടുക്കുന്ന ആ ഒരു സാമ്പ്രദായിക സന്ദർഭത്തിന് വിട നൽകുകയാണ്. നമ്മൾ തന്നെ നമ്മുടെ മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുകയാണ്. ബൈ കൺസെന്റിങ് the material and underlining or highlighting key words and concepts. നമ്മൾ എഴുതുന്ന ഓരോ പ്രധാന സംഗതികളെ നേരത്തെ നമ്മൾ ഫ്ലാഷ് കാർഡിലെല്ലാം കാണിച്ചതുപോലെ നോട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അണ്ടർലൈൻ ചെയ്യുക, കീ വേർഡ്സിനെ വളരെ കളർഫുൾ ആയി എഴുതി വെക്കുക തുടങ്ങിയ കുറെ നല്ല നല്ല രീതികൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത്. എം നോട്ട്സിന്റെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് മൈൻഡ് മാപ്പ് നടത്തേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു മനോഹരമായ വീഡിയോ നിങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പത്താമത്തെ ഒരു സുപ്രധാനമായ പോയിന്റ് ആണ് ഫൈൻഡ് എ ട്യൂട്ടർ. ഇവിടെ ട്യൂട്ടർ കൊണ്ട് ഉദ്ദേശിച്ചത് കാശ് കൊടുത്ത് നിങ്ങൾ ആരെയെങ്കിലും ഏർപ്പാടാക്കണം എന്നല്ല. നിങ്ങളിലെ ഏറ്റവും നല്ല ചങ്ങാതി, നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത്, ഇതെല്ലാം പഠന ഗ്രൂപ്പിലൂടെ സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ട്യൂട്ടേഴ്സ് ആർ അവൈലബിൾ ഓൺ മോസ്റ്റ് കോളേജ് ക്യാമ്പസസ്. ഇവിടെ നമ്മുടെ കോളേജ് ക്യാമ്പസ് എന്ന് പറയുന്നത് നമ്മുടെ പഠന ഗ്രൂപ്പാണ്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ്, നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകളാണ്. അക്കൂട്ടത്തിൽ നിങ്ങളുടെ സന്തത സഹചാരിയായി എം നോട്ട്സ് എഡ്യൂക്കേഷണൽ ചാനലും എം നോട്ട്സ് ടെലഗ്രാം ചാനലും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഓർക്കുക. ആൻഡ് ആർ ടൈപ്പിക്കലി ഫെല്ലോ സ്റ്റുഡൻസ്, നിങ്ങളുടെ പാടികളുമായിട്ടുള്ള ആ ചങ്ങാത്തം, അവരാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല ഒരു ട്യൂട്ടർ ഹു സ്പെഷ്യലൈസ് ഇൻ ഓർ എക്സൽ അറ്റ് എ ഗിവൻ ടോപ്പിക്. നമ്മുടെ കോ അഡ്മിന്മാർ ചെയ്യുന്ന ദൗത്യം ഈ സന്ദർഭത്തിൽ മനോഹരമായി ഞാൻ ഓർത്തു പോവുകയാണ്. 11ാമത്തെ സുപ്രധാനമായ പോയിന്റ്, ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതിനെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനും അതിന്റെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ യഥാർത്ഥ ആശയങ്ങൾ
റിപ്പീറ്റ് ചെയ്ത് മെമ്മറൈസ് ചെയ്യാനും നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാകണം. അതിനെ കൂടുതൽ കൂടുതൽ ആഴത്തിൽ അറിവുകൾ പല സീനറീസില് പല തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഒരുക്കിയെടുക്കണം. അതിന് റിലേറ്റഡ് കോൺസെപ്റ്റ്സ് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ മെമ്മറൈസിങ് മീൻസ് ഫൈൻഡിങ് വേസ് ടു റിമെമ്പർ ആൻഡ് റിപ്പീറ്റ് ഫാക്ട്സ് എന്നുള്ളത് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. അണ്ടർസ്റ്റാൻഡിങ് ഗോസ് എ ലിറ്റിൽ ഡീപ്പർ. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ആഴത്തിലേക്ക് ചെല്ലേണ്ടതും അതിന്റെ അർത്ഥം ഒരു പുതിയ അറിവിന്റെ കവാടം തുറക്കുകയും ചെയ്യുകയാണ്. ടു വേരിയസ് സിനാരിയോസ്, വ്യത്യസ്ത സന്ദർഭങ്ങളിലൂടെ, ആൻഡ് നോ ഹൗ ഇറ്റ് റിലേറ്റ്സ് ടു അതർ കോൺസെപ്റ്റ്സ്, മറ്റ് സന്ദർഭങ്ങളുമായി, മറ്റ് ആശയങ്ങളുമായി, മറ്റ് കാഴ്ചപ്പാടുകളുമായി എങ്ങനെ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് ഈ മനസ്സിലാക്കൽ അഥവാ ഓർമ്മ എന്നുള്ള സംഗതി ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു സംഗതിയാണ് പലപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന. ഞാൻ എം നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിൽ പലപ്പോഴും വീണ്ടും വീണ്ടും പോസ്റ്റ് എടുത്ത് ഇടാറുണ്ട്. മുൻ വീഡിയോസിനെ എടുത്ത് ഞാൻ ഇടുന്നത് സാന്ദർഭികമായി ഇടുന്നത് യൂട്യൂബിന് റീച്ച് കിട്ടാനാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികളിൽ നിങ്ങളും ഒരാളാണ്. മറിച്ച് ഒരു സാമൂഹ്യ പ്രതിബദ്ധത. എനിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇത്രയും പറയാൻ കഴിയുക? ഓരോരുത്തരുടെ വീട്ടിൽ വന്ന് സ്വകാര്യമായി എനിക്ക് വന്ന് ചെവിയിൽ മന്ത്രിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ കണ്ടാലല്ലേ, നിങ്ങൾ കേട്ടാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുക, അനുഭവിക്കാൻ പറ്റുക, എക്സ്പീരിയൻസ് ആയി മാറുക. അല്ലാതെ എം നോട്ട്സ് ഞാൻ കാണേണ്ടതുണ്ടോ, ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ പലരും എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നാൽ പോരെ സാർ എന്തിനാണ് ഞങ്ങളെ വീഡിയോ കാണാൻ വേണ്ടി നിർബന്ധിക്കുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് താങ്കളുടെ വീട്ടിലേക്ക് ഈ COVID-19 പശ്ചാത്തലത്തിൽ യാത്ര ചെയ്തു വരാനോ താങ്കൾക്ക് സ്വകാര്യമായി ചെവിയിൽ വന്ന് മന്ത്രിക്കാനോ കഴിയില്ല. അതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കോമൺ പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ ലേണിംഗ് മെത്തഡോളജീസ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. സോ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. അത് ആദരണീയനായ ജോസ് പ്രകാശ് സാർ നമ്മുടെ ട്രാഫിക് എന്നുള്ള സിനിമയിൽ പറഞ്ഞ അതേ വാക്ക് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ നോ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത്, ഈ സമൂഹത്തിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോവില്ല. പക്ഷേ നിങ്ങളുടെ ഒരു വലിയ യെസ് നാളെ ഒരു ചരിത്രമായി മാറും. അതുകൊണ്ട് തന്നെ റിവ്യൂ സെഷനിൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വീണ്ടും വീണ്ടും അറ്റൻഡ് ചെയ്യണം. കാച്ചിക്കുറുക്കിയ വാക്കുകളാണ് ഓരോ പ്രാവശ്യവും ഓരോരുത്തരും പുതുമ നിറഞ്ഞ രൂപത്തിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുതുമ നിറഞ്ഞ ഒരു അവസാനത്തെ മാസങ്ങൾ, അവസാനത്തെ ആഴ്ചകൾ, അവസാനത്തെ മണിക്കൂറുകൾ, അവസാനത്തെ പരീക്ഷാ മുഹൂർത്തങ്ങളിലേക്ക് നമ്മൾ പോകണമെങ്കിൽ റിവ്യൂ സെഷൻസിൽ പരമാവധി അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ ഒരു ടിപ്പാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്റ്റേ ഫോക്കസ്ഡ്. Keeping your mind on track can be as simple as taking a break from your phone and your friends. അതുപോലെ തന്നെ put on some instrumental music or noise cancelling headphones and put your mobile on airplane mode to help you focus on your studies. താങ്കളുടെ ചുറ്റിലും താങ്കളെ ആക്രമിക്കാൻ ഈ ജംസുകൾ വരുന്നു എന്ന് പല്ലിന്റെ അല്ലെങ്കിൽ നേത്ര സംരക്ഷണത്തിന്റെ പരസ്യത്തിൽ വരുന്നത് പോലെ താങ്കളുടെ ബുദ്ധിയെ ആക്രമിക്കാൻ ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള മാനസിക പിരിമുറുക്കം തരുന്ന 1000 പ്രശ്നങ്ങൾ ഓരോ വീട്ടിന്റെ അകത്തളങ്ങളിലും ഓരോ തെരുവിലും ഓരോ TV തുറന്നാൽ അങ്ങനെ പലതും നമുക്ക് ഫോക്കസ് നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് സംഗതികളിൽ നിന്ന് മാറിപ്പോകാൻ നമ്മൾ ചില പ്രത്യേക മേഖലയിൽ, പ്രത്യേകിച്ച് പഠനം എന്നുള്ള ആ തപസ്സിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 14ാമത്തെ സുപ്രധാനമായ പോയിന്റ്, പലരും പറയും ഇരുന്ന് പഠിക്ക്, അവസാനത്തെ ദിവസമല്ലേ, ഒരാഴ്ചയല്ലേ ഉള്ളൂ, വരൂ നമുക്ക് മാരത്തോൺ പോലെ നടക്കാം. അങ്ങനെ ഓടിയാൽ ഒന്നും മനസ്സിൽ നിൽക്കില്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. മറിച്ച് അക്കോർഡിംഗ് ടു ഓക്സ്ഫോർഡ് ലേണിംഗ്, ഞാനോ നിങ്ങളോ പറയുന്നതല്ല, വളരെ പ്രിയപ്പെട്ട ലോക പ്രശസ്തമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ കണ്ടെത്തലുകളുടെ പ്രധാന വിഭവമായ കേന്ദ്രമായ ഓക്സ്ഫോർഡ് ലേണിംഗ് പറയുന്നത്, ഫോർ എവറി 30 minutes യു സ്റ്റഡി, ടേക്ക് എ ഷോർട്ട് 10 to 15 minute ബ്രേക്ക് ടു റീചാർജ്.
നമ്മുടെ മൈൻഡിനെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ നാഡീവ്യൂഹങ്ങളെ, നമ്മുടെ കണ്ണിനെ, ചെവിയെ, മൂക്കിനെ, സ്പർശത്തെ എല്ലാം തന്നെ ഒരു ബ്രേക്ക് കൊടുക്കാൻ വേണ്ടി 30 മിനിറ്റിന് ഏകദേശം 20% മുതൽ 40% മുതൽ 50% വരെ നമ്മൾ അതിന് ബ്രേക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഓക്സ്ഫോർഡ് ലേണിംഗ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 30 മിനിറ്റിലെ പഠനത്തിലെ 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ബ്രേക്ക് കൊടുത്ത് തലച്ചോറിന് റീചാർജ് കൊടുക്കുക എന്നുള്ളതാണ്. ഓർത്ത് നോക്കുക, 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരു വ്യക്തിയുടെ മനസ്സും അയാളുടെ ശരീരവും അയാളുടെ പ്രകൃതിയിലെ പിറ്റേ ദിവസം ചെയ്യുന്ന പ്രവർത്തനവും വെറും 2 മണിക്കൂർ മാത്രം ഉറങ്ങിയതിന് ശേഷം അയാൾ കാട്ടിക്കൂട്ടുന്ന ഒരു അവസ്ഥയും തമ്മിലുള്ള ആ വ്യത്യാസമുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് 24 മണിക്കൂറിലെ 8 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണോ അതേ തന്നെയാണ് ഇവിടെ 30 മിനിറ്റ്സിന് 10 മിനിറ്റ് എന്നുള്ള കാഴ്ചപ്പാടില് ബ്രേക്ക് ടു റീചാർജ് എന്ന് പറയുന്നത്. ഷോർട്ട് സ്റ്റഡി സെഷൻസ് ആർ മോർ എഫക്റ്റീവ് ആൻഡ് ഹെൽപ്പ് യു മേക്ക് ദ മോസ്റ്റ് ഓഫ് യുവർ സ്റ്റഡി ടൈം. സോ സ്റ്റാൻഡ് അപ്പ്, എണീറ്റ് നിൽക്കുക, സ്ട്രെച്ച് യുവർ ലെഗ്സ്, കൈയും കാലും ഒന്ന് നീട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുടയുക, ഒന്ന് ഇളക്കുക. ആൻഡ് ഗെറ്റ് സം ഫ്രഷ് എയർ ബിഫോർ ഗെറ്റിംഗ് ബാക്ക് ടു ദി ബുക്സ്. വീണ്ടും തിരിച്ച് പുസ്തകങ്ങളുടെ അകത്തേക്ക് വരുമ്പോൾ ഒന്ന് നന്നായി ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ ഒരു മെഡിറ്റേഷൻ, വേണമെങ്കിൽ ഒരു 5 മിനിറ്റിലേക്ക് ഒരു സുന്ദരമായ ഒരു പാട്ട്, അങ്ങനെയുള്ള മനോഹരമായ മുഹൂർത്തങ്ങളിലൂടെ നമുക്ക് ബ്രേക്ക് എടുക്കാം. 15ാമത്തെ ഏറ്റവും വലിയ സുപ്രധാനമായ ഒരു സംഗതിയാണ് ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്. താങ്കളെ താങ്കൾ പരിഗണിക്കുന്നത് പോലെ ലോകത്ത് ആരും താങ്കളെ പരിഗണിക്കുകയില്ല. അത് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, താങ്കൾ പരിഗണിക്കുന്നത് പോലെ ലോകത്തിൽ ഇത്രയും മനോഹരമായി താങ്കളെ പരിഗണിക്കാൻ മറ്റാരുമില്ല എന്ന് മനസ്സിലാക്കുക. ജങ്ക് ഫുഡ്, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, മറ്റ് ആവശ്യമില്ലാത്ത അൺഹെൽത്തി ഫാറ്റ് ഉണ്ടാക്കുന്ന പ്രോട്ടീൻ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നു. പരീക്ഷാ കാലഘട്ടങ്ങളിലെ ഫുഡ് ഹാബിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Filling upon junk food to save time is not the smartest strategy for studying. Instead, അതിന് പകരം കീപ് എ ബാലൻസ്ഡ് ഡയറ്റ് ഓഫ് ബ്രെയിൻ ഫുഡ്സ്. ആ വാക്കാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ബ്രെയിൻ ഫുഡ്, മനസ്സിനും ശരീരത്തിനും തലച്ചോറിനും ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ബ്രെയിൻ ഫുഡ്സ് ലൈക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, especially organic vegetables, balanced with protein and healthy fats to fuel your mind. ഇത് ഏറ്റവും നന്നായി മനസ്സിലാക്കുക. നന്നായി മോരുവെള്ളം, ഇളനീര്, ഇടയ്ക്കിടയ്ക്ക് അരമണിക്കൂറിന് ഇടയ്ക്ക് തിളപ്പിച്ചാറിയ വെള്ളം, ഇത് നമ്മളുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഈ കരിച്ചതും പൊരിച്ചതും എന്ന് പറയുന്ന ആ സംഗതിയിലേക്കൊക്കെ നമുക്ക് ഈ പരീക്ഷാ കാലഘട്ടത്തിൽ നിന്ന് വിട പറയാം. പ്രിയപ്പെട്ടവരെ, ഫേസ് യുവർ സെൽഫ്. സ്പ്ലിറ്റ് ദ മെറ്റീരിയൽ ഇൻ ടു ടോപ്പിക്സ്. ഒരു മെറ്റീരിയലിന്റെ നീളത്തിൽ ഇങ്ങനെ ഒന്നിച്ച് ഇരുന്ന് വിഴുങ്ങിക്കൂട്ടരുത്, വാരിക്കൂട്ടരുത്. Cramming in all your studying during finals week can lead to burnout and anxiety. ഒരുപാട് ആൻസൈറ്റി, പിരിമുറുക്കങ്ങളും ജിജ്ഞാസയും അതുപോലെ തന്നെ കത്തിക്കലും, ശരീരവും മനസ്സും കത്തുന്ന ബേൺഔട്ട്, ലീഡ് ടു ബേൺഔട്ട്. മനസ്സും ശരീരവും പോകുന്ന ഒരു അന്താളിപ്പുണ്ടാകുന്ന, ഒരു ആൻസൈറ്റി ഉണ്ടാകുന്ന അവസാനത്തെ നിമിഷങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി സ്പ്ലിറ്റ് ദ മെറ്റീരിയൽ ഇൻ ടു ടോപ്പിക്സ് and review in stages to fully absorb information into real understanding. യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വളരെ ഫോക്കസില്, വളരെ ആഴത്തിൽ നമുക്ക് പോകാം. തമിഴിൽ ഒരു മനോഹരമായ ചൊല്ലുണ്ട്, ഞാനത് ഓർമ്മിപ്പിക്കുകയാണ്. തൊട്ട് അണൈത്ത് ഊറും മണർക്കേണി മാന്തർക്ക് കற்று അണൈത്ത് ഊറും അറിവ് എന്നുള്ളത്. എത്രത്തോളം ആഴത്തിൽ നമ്മൾ ആഴത്തിൽ കുഴിച്ചെടുക്കുന്നുവോ അത്രത്തോളം ആഴത്തിൽ നിന്ന് നിർഗമിക്കുന്ന ആ അമൂല്യമായ ഉറവ, അത് നമുക്ക് വളരെ വലിയ പ്രിയപ്പെട്ട ഒരു ചേരുവയായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു 17ാമത്തെ പോയിന്റ്, ടേക്ക് ദ റൈറ്റ് അപ്രോച്ച്. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഞാൻ
ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എങ്ങനെ എഴുതണം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ എഴുതണം, എസ്സേ ക്വസ്റ്റ്യൻസ് എങ്ങനെ എഴുതണം എന്നുള്ളതെല്ലാം മുൻ വീഡിയോസിൽ നോട്ട്സ് കൃത്യമായി നിങ്ങൾക്ക് കുറെ ആശയങ്ങൾ നൽകിയിട്ടുണ്ട്. പരീക്ഷാ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, പരീക്ഷാ മുഹൂർത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പ് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, പരീക്ഷാ മാസങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഈ വിപുലമായ ഒരു ശ്രേണിയിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് നേരത്തെ നോട്ട്സിലെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ മെഡലുകൾ, കേരളത്തിലെ പൊന്നോമന മക്കളാകുന്ന നമ്മൾ എല്ലാവരും കേരളത്തിലെ 3 റീജിയണൽ സെന്ററുകളിലൂടെ റാങ്കുകൾ, മെഡലുകൾ വാരിക്കൂട്ടാൻ ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ അപ്രോച്ച്, അതും ശരിയായ അപ്രോച്ച് നമ്മെ സഹായിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല പ്രിയപ്പെട്ടവരെ. 18ാമത്തത് ലേൺ ബൈ ടീച്ചിങ് അതേഴ്സ്. ഇതാണ് നമ്മുടെ കോ അഡ്മിൻമാർ. അഗൈൻ ഈ വീഡിയോയിലൂടെ എന്റെ പ്രിയപ്പെട്ട കോ അഡ്മിൻമാർക്ക് ഞാൻ സല്യൂട്ട് നൽകുകയാണ്, നിങ്ങളെ ഞാൻ ആദരിക്കുകയാണ്, നിങ്ങളെ ഞാൻ ബഹുമാനിക്കുകയാണ്. Explaining concept to a classmate is a great way to make sure you really understand the material yourself. നമ്മൾ തന്നെ സ്വയം പഠിച്ച് ചെയ്യുന്നതിന് മറ്റുള്ളവരെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ കേൾക്കുന്ന ആ അനുഭവത്തിന് അത് വല്ലാത്ത ഒരു സ്വാധീനമാണ്. And to help them learn as well. നമുക്കും അവർക്കും അത് ഒരുപോലെയാണ് പ്രയോജനം ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ കർക്ക കസടര കற்றവൈ കற்றപിൻ നിൽക്ക അതർക്ക് തക എന്നുള്ള ആ ഒരു തിരുക്കുറളും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തുപോവുകയാണ്. When you find new ways to explain a concept, നമ്മളുടെ സൈക്കോളജിയിൽ തന്നെ അതുപോലെ തന്നെ സോഷ്യോളജിയിലെ ഇംഗ്ലീഷിലെ കോ അഡ്മിൻമാർ എടുക്കുന്ന ആ ക്ലാസ്സുകൾ ഉണ്ടല്ലോ, എത്ര വെറൈറ്റി ഓഫ് ക്ലാസ്സസ് ആണ് ഓരോരുത്തരും. എക്സ് എന്നുള്ള ഒരു കോ അഡ്മിന്റെ ഒരു അവതരണ രീതി, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അതിന് ഓവർകം ചെയ്ത് അതിന് പകരം വെക്കുന്ന രൂപത്തില് വൈ എന്നുള്ള മറ്റൊരു കോ അഡ്മിന്റെ ക്ലാസ് രീതി, അതിനെ ഓവർകം ചെയ്യാൻ വേറെ ഒരു സബ്ജക്റ്റിന്റെ ഒരു കോ അഡ്മിൻ രീതി, അങ്ങനെ ഒരു ഇന്റേണൽ വാശി ചെറിയ തരത്തിൽ ഉണ്ടാവുകയും അത് ഏറ്റവും നല്ല പ്രോഡക്റ്റായി ഉത്ഭവിക്കുകയും, പക്ഷെ നമ്മളുടെ എല്ലാം തന്നെ ഐക്യമത്യം മഹാബലം എന്നുള്ള സന്ദേശം ഈ ഗ്രൂപ്പ് സ്റ്റഡിയിലൂടെ നടത്താനും വേണ്ടിയാണ് നോട്ട്സ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കുക. When you find new ways to explain a concept, you are mastering the information by processing it for others. അതാണ് ഏറ്റവും സുപ്രധാനമായ പോയിന്റ്. 19ാമത്തെ സംഗതി, ഹാവ് ഫൺ വിത്ത് വേർഡ്സ്. പ്രിയപ്പെട്ടവരെ, എന്റെ ഹയർ സെക്കൻഡറി കാലഘട്ടങ്ങളിൽ ഞാൻ എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും കുട്ടികളെ പഠിപ്പിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഫൺ മെത്തേഡിലൂടെയാണ്. അയ്യോ, ഇയാൾ തന്നെ എന്താണ് ഇങ്ങനെ പുകഴ്ത്തുന്നത് എന്ന് ആശ്ചര്യപ്പെടണ്ട, ഞാൻ താങ്കൾക്ക് അതിന്റെ പ്രൂഫ് തരാം. Breaking down the material into small pieces and creating acronyms, phrases, rhymes or metaphors can be a valuable and fun way to memorize concepts. ഉദാഹരണത്തിന് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ ഞാൻ താങ്കൾക്ക് ഈ കോപ്പയിലൂടെ പരിചയപ്പെടുത്താം. നീ എന്ത് കോപ്പാണ് ചെയ്യാൻ പോകുന്നത് എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? അതെ, ഞാൻ കോപ്പ് അല്ല, കോപ്പയാണ് ചെയ്യാൻ പോകുന്നത്. കോപ്പൈ. Statistics is the science which deals with the collection of data. Statistics is the science which deals with the organization of data. Statistics is the science which deals with the presentation of data. Statistics is the science which deals with the analysis of data. Statistics is the science which deals with the interpretation of data. C, collection of data. O, organization of data. P, presentation of data. A, analysis of data. And I, interpretation of data. COPAI. I, interpretation of data. A, analysis of data. P, presentation of data. O, organization of data. C, collection of data. Collection, organization, presentation, analysis and interpretation. ആ ക്ലാസ് കഴിഞ്ഞ 5 ഉദാഹരണം അടക്കം പുറത്തേക്ക് വരുമ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന 60 കുട്ടികൾ, ചിലപ്പോൾ 120 കുട്ടികൾ, ആ കുട്ടികൾക്ക് ഈ കോപ്പൈ വളരെ മനോഹരമായി മനസ്സിലായിരിക്കും എന്നുള്ള വസ്തുത താങ്കൾക്ക് തെളിവ് സഹിതം ഞാൻ നൽകിയിരിക്കുന്നു. ഇനി താങ്കൾ പറയൂ, ഇത് എന്ത് കോപ്പാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, 20ാമത്തെ മനോഹരമായ മറ്റൊരു ഉദാഹരണം, ടെസ്റ്റ് യുവർ നോളേജ്. നിങ്ങൾ കുറെ പഠിച്ചത് കൊണ്ട് കാര്യമായില്ല.
നിങ്ങൾ പഠിച്ചത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും നന്നായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളത് ചെയ്യാൻ, അത് അറിയാൻ പരീക്ഷയ്ക്ക് മുമ്പ് 2 or 3 മോഡൽ ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്, മോക്ക് ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്. വൺസ് യു നോ ദ ഫോർമാറ്റ്, try creating a practice exam based based on what you think the test might cover. This will help you understand the material on a deeper level, not the oral level but the deeper level, and guide what you should be studying. നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടുന്നത് എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതിനെ കൃത്യമായി ആഴത്തിൽ മനസ്സിലാക്കി തരാനുള്ളതാണ് മോക്ക് ടെസ്റ്റുകൾ എന്ന് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, ഈ 21 ടിപ്സിലെ ഏറ്റവും സുപ്രധാനമായ അവസാനത്തെ ടിപ്പ്, റിവാർഡ് യുവർ സെൽഫ്. നിങ്ങളെ നിങ്ങൾ തന്നെ അംഗീകരിക്കുക. ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ നിങ്ങളാകാൻ പറ്റൂ എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഗുഡ് സ്റ്റഡി ഹാബിറ്റ്സ് ആർ സ്മാർട്ട് വർക്ക്, നോട്ട് ഹാർഡ് വർക്ക്. പലർ ആവേശം മൂത്ത് ഹാർഡ്ലി വർക്ക് എന്നടക്കം പറഞ്ഞിട്ടുള്ള അനുഭവം നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് ഓർക്കുക. സ്പെസിഫിക് ആയി, മെഷറബിൾ ആയി, അഡ്ജസ്റ്റബിൾ ആയി, റിലയബിൾ ആയി, ടൈം ബൗണ്ട് ആയി നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ട്രീറ്റ് യുവർ സെൽഫ് ടു ബ്രേക്സ് ആൻഡ് ലിറ്റിൽ റിവാർഡ്സ് ടു കീപ് യു ഗോയിങ്. നിങ്ങളുടെ ഈ പഠന പ്രവർത്തനങ്ങളുടെ ആ ഒരു സംസാരത്തിന്റെ ഇടക്ക് അല്പം ഹെൽത്തി സ്നാക്സ്. ഏതാണ് ഇവിടെ ഹെൽത്തി? നേരത്തെ സ്നാക്സ് വേണ്ട എന്ന് പറഞ്ഞല്ലോ, ഇപ്പോതാ അങ്ങേര് സ്നാക്സ് പറയുന്നു. ഞാൻ ബിസ്ക്കറ്റ് കച്ചവടക്കാരനോ ജങ്ക് ഫുഡിനോ വേണ്ടി പറയുകയല്ല. അമ്മ ഉണ്ടാക്കി തന്ന ആ കൊഴുക്കൊട്ട, അമ്മ ഉണ്ടാക്കി തരുന്ന ആ ഇലയട, അല്ലെങ്കിൽ ഒരു കുറച്ച് മധുരമുള്ള ആ പായസം, അല്ലെങ്കിൽ നല്ല ഒരു ഇളനീർ ജ്യൂസ്, അല്ലെങ്കിൽ നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങൾ, അങ്ങനെ നമ്മുടെ കക്കിരി സ്ലൈസ് ചെയ്ത് അതിങ്ങനെ കഴിക്കുന്നത്, അതുപോലെ തന്നെ ചെറിയ തരത്തിൽ നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള മനോഹരമായ മോരുവെള്ളം, അങ്ങനെയുള്ള ലൈറ്റ് ഫുഡ്. അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു നടത്തം, ഇടക്ക് ഗാർഡനിൽ ഒന്ന് വെള്ളം ഒഴിക്കുക. ആ വെള്ളം ഒഴിക്കുന്ന സന്ദർഭത്തിൽ ആ ഫോർമുല അല്ലെങ്കിൽ ആ മനോഹരമായ ആ സയന്റിസ്റ്റിനെ അല്ലെങ്കിൽ ആ ഡെഫിനിഷൻ നമുക്കൊന്ന് ഓർത്തെടുക്കാൻ പറ്റും. ഒപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ ചെറിയ തരത്തിൽ കുറച്ച് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു ചുരിദാർ, ഒരു സാരി എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ പിഴിഞ്ഞ് ഒന്ന് അലക്കുക. വാഷിംഗ് മെഷീനിൽ ചെറുതായിട്ട് ഒന്ന് ചെയ്യുക. വീട്ടിൽ ഒന്ന് ചെറുതായിട്ട് പച്ചക്കറി നുറുക്കി കൊടുക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ മനസ്സ് പഠന പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കും, മറ്റൊരു ഭാഗത്ത് ഒരു ചെറിയ വർക്ക്. പക്ഷെ കൈമുറിയാതെ സൂക്ഷിക്കണം, അപകടം വരാതെ സൂക്ഷിക്കണം. കോൺസെൻട്രേഷൻസ് 2 എണ്ണത്തിലും വേണം. അങ്ങനെയാണ് നമ്മളുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ലഘുവായ മ്യൂസിക്, even an episode of your favorite TV show, ചില മനോഹരമായ സംഗീത പരമ്പരകളുണ്ട് ചിലപ്പോൾ. അതിലെല്ലാം തന്നെ നമ്മുടെ മിയക്കുട്ടിയുടെ ഒരു ചെറിയ ഒരു സംഗീതത്തിന്റെ ആ ഒരു അവതരണം, മനഃപൂർവ്വം നമ്മുടെ ഗായകർ ആ കുഞ്ഞു മോളിനെ കളിപ്പിക്കാൻ വേണ്ടി, രസിപ്പിക്കാൻ വേണ്ടി, ചൊടിപ്പിക്കാൻ വേണ്ടി പറയുന്ന അത്തരത്തിലുള്ള മനോഹരമായ ചില രംഗങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കുറെ വർത്തമാനമാണ്. അങ്ങനെ നമുക്ക് സ്വയം റിവാർഡ് സമ്മാനങ്ങൾ നമുക്ക് സമ്മാനിക്കാം. അങ്ങനെ നിങ്ങൾ ഈ നിമിഷം നിങ്ങൾക്കൊരു സമ്മാനം ഞാൻ നൽകുകയാണ്. നിങ്ങളുടെ വലത്തെ കൈ കൊണ്ട് ഇടത്തെ തോളിൽ നിങ്ങൾ സ്വയമേ ഒന്ന് തട്ടുക. ഹലോ മിസ്റ്റർ എക്സ്, യു ആർ ദ ഗ്രേറ്റ്, യു ക്യാൻ. താങ്കൾക്ക് എന്തും ചെയ്യാൻ കഴിയും. വേഗം തയ്യാറായിക്കോളൂ. പരീക്ഷ താങ്കളുടെ അടുത്തേക്ക് വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കൊട്ടിക്കൊണ്ടേ പറഞ്ഞോളൂ. നിങ്ങൾ നിങ്ങളുടെ തോളിൽ, നിങ്ങളുടെ വലത് കൈകൊണ്ട് ഇടത്തെ തോളിൽ കഴുത്തിന് കുറുകെ കൈവച്ച് ഒന്ന് ചെറുതായി ഒന്ന് പാറ്റ് ചെയ്യുക. യെസ്, യു ആർ ദ സ്മാർട്ട് ഫെലോ. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ സ്നേഹപുരസരം ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. We wish you all the success. Thank you. Thanks a lot. Thanks.